നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും പുതുവത്സര ആശംസകൾ. പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഡിസംബർ 31 വർഷം സമാപിക്കുന്നു. വീണ്ടും ജനുവരി 1 മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം. 2025 ഡിസംബർ 31 വളരെ പെട്ടെന്ന് കഴിഞ്ഞു. 26 ജനുവരി 1 നാളെ മുതൽ ആരംഭിക്കും. നാം കേരളീയർ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിന്. പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമാണ്. മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും. മേടം 1 നമുക്ക് മേടം 1 വിഷുവാണ്. അതും ഒരു വലിയ ആരംഭമാണ്. വിഷുവർഷമാണ് നാം വാർഷിക ഫലം പറയാറുള്ളത്. ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ 1/1/2026 ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം, ശുഭനക്ഷത്രമാണ്, ശുഭതിഥിയാണ്. അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ്? അയാൾ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു: ആരോഗ്യം, അഖിലാഭീഷ്ട കാര്യസിദ്ധി, ധാര, ആത്മജാതിഭിർ ഹർഷഃ, ഭാഗ്യമിത്യുദിതം ബുധൈഹി. പണ്ഡിതന്മാർ ഭാഗ്യമെന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു: ആരോഗ്യം, ഹെൽത്ത് ഉണ്ടാവുക, അഖിലാഭീഷ്ട കാര്യസിദ്ധി, താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക, ധാര, ആത്മജാതിഭിഹി ഹർഷഃ, തൻ്റെ ഭാര്യ, സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം. ഇതാണ് ഭാഗ്യം. അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമാത്രമല്ല, അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു. അന്യായമായി വെട്ടിപ്പിടിക്കുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല. ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്: അന്യായേന ആർജിതം ധനം തന്യായേന വിനശ്യതി. അല്ലയോ, അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും. പ്രാപ്തേതു ഷോഡശേ വർഷേ സമൂലം തദ് വിനശ്യതി. അങ്ങനെ ധനം നശിക്കും. നശിച്ചില്ലെങ്കിൽ 16ാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു. നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ്. അപ്രകാരമാണ് അന്യായമായി പിടിച്ചു പറിച്ചുണ്ടാക്കിയ സ്വത്തുവകകൾ MLA മാർ, MP മാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു. അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു. എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട്. ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങളിൽ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ്. 1201 ധനു 17 മുതൽ 23 തീയതി വരെയുള്ള 1/1/2026 മുതൽ 7/1/2026 വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ്. ഇടവത്തിൽ ചന്ദ്രനുണ്ട്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, ധനുവിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ. പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ പുതുവർഷത്തിലും മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2ാം ഭാവത്തിൽ ചന്ദ്രൻ, 3ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം, 5ാം ഭാവത്തിൽ ചിങ്ങത്തിൽ കേതു, 9ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, ധനുവിൽ, 11ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12ൽ ശനി. ഇവിടെ പുതുവർഷത്തിലും നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മേടൻ രാശിക്കാർക്ക് 7.5 ശനിയാണ്, 12ൽ ശനിയാണ്. അതിൻ്റേതായ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വ്യാഴം ദുർബലമായി 3ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതൊരു പോരായ്മ തന്നെയാണ് മേടൻ രാശിക്കാർക്ക്. അതിനാൽ തൽക്കാലമുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ മേടൻ രാശിക്കാരെ സ്വാധീനിക്കും. ഇന്ന് മേടൻ രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് ലഗ്നാധിപനായ
മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ നിൽക്കുന്നത് അത് വളരെ നല്ലതാണ്. പല കാര്യങ്ങളിലും ധീരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാം. പാരമ്പര്യത്തെ മുറുക്കി പിടിക്കുക, പൂർവികമായ സ്വത്ത് തനിക്ക് ലഭിക്കുക, അല്ലെങ്കിൽ പൂർവികമായവരുടെ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കുക, അച്ഛൻ്റെ വ്യാപാരം ഏറ്റെടുക്കുക, അച്ഛൻ്റെ അസറ്റ്സ് തൻ്റെ കൈകൾ വന്നു ചേരുക, അത് വീണ്ടും വലിയ രീതിയിൽ തനിക്കൊരു നന്നാക്കിയെടുക്കുവാനുള്ള അനുകൂല സ്ഥിതിയൊക്കെ വരുന്ന വാരമാണിത്. അതിനുമപ്പുറം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, പലപ്പോഴും അച്ഛന്മാർ ഉപേക്ഷിച്ചിട്ട് പോയ പ്രസ്ഥാനത്തിനെ നന്നാക്കിയെടുക്കാൻ മക്കളൊരു ശ്രമം നടത്തിയാൽ അതും നല്ലതാകും. വിദേശത്ത് ഉദാഹരണമായി അച്ഛൻ ഒരു വ്യാപാരമൊക്കെ തുടങ്ങി അത് പറ്റാതെ തിരിച്ചു വന്നാൽ മകനത് ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് വിജയിപ്പിക്കുവാനുള്ളൊരു ദൗത്യം മകന് ഏറ്റെടുക്കാം. പലപ്പോഴും കുടുംബത്തിനോടുള്ള താല്പര്യം കുറയും. തൻ്റെ യുദ്ധത്തിൽ താൻ ഏകാഗിയാവും. തൻ്റെ ഭാര്യ മക്കളുമൊക്കെ തൻ്റെ കൂടെ വേണമെന്നില്ല. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് മേടൻ രാശിക്കാർക്ക് ചില സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചില സ്ത്രീ സൗഹൃദങ്ങളൊക്കെ വന്ന് അത് കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. തൻ്റെ ഭാര്യയെയും മക്കളെയും മറന്നു പോകുന്നൊരവസ്ഥ മേടൻ രാശിക്കാർക്ക് വരാതെ നോക്കണം ഈ ഒരു വാരം. കാരണം 2-ൽ ചന്ദ്രനാണ്, സുഖാധിപനാണ് കുടുംബസ്ഥാനത്തുള്ളത്. കുടുംബേ രതി ജായതേ തസ്യ തുച്ഛ. തൻ്റെ കുടുംബത്തിനോടുള്ള താല്പര്യം രതി കുറയുക. വശം ദർശനയാതി ദേവാംഗന, ദേവസ്ത്രീ തൻ്റെ കൈവശം വന്നു ചേരും. താൻ ആഗ്രഹിക്കാത്ത ചില സ്ത്രീകളൊക്കെ തൻ്റെ അടുത്ത് വരും. മേടൻ രാശിക്കാർ സ്വതവേ കാമി എന്നൊരു ഫലമുള്ളവരാണ്, കാമം കൂടിയവരാണ് മേടൻ രാശി. പലപ്പോഴും ഭാര്യാസുഖം കിട്ടിയില്ലെങ്കിൽ അന്യ സ്ത്രീകളുടെ സുഖം ഒക്കെ തനിക്ക് അനുഭവിക്കുന്ന വാരമാണിത്. ഹിമാംശോ വസുസ്ഥാനകെ ധാന്യലാഭ, അങ്കനകളുടെ രതിയുണ്ടാകും. തനിക്ക് ധനം ലഭിക്കും. ചില സാമ്പത്തിക സ്രോതസ് തുറന്ന് കിട്ടുന്ന സമയമാണ്. പലപ്പോഴും ധൈര്യം, സാഹസികത, ബുദ്ധി ഇതൊക്കെ ഉപയോഗിച്ച് നീങ്ങിയാൽ പലപ്പോഴും ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം മേടൻ രാശിക്കാർക്ക് ചെയ്യും. പലപ്പോഴും ഒരു തരത്തിലും ഒരു ഗവൺമെൻറ്റിൻ്റെ പേപ്പേഴ്സ് വലിയൊരു ഗ്രൂപ്പിന് ശരിയാവുന്നില്ലെങ്കിൽ മേടൻ രാശിക്കാർക്ക് ആ പേപ്പർ വാങ്ങിക്കൊടുത്ത് തൻ്റെ കാശ് വാങ്ങി പോക്കറ്റിലിടാം. ഇച്ഛാശക്തി കൂടിയവരാണ് മേടൻ രാശി. സഹോദഗ്രജ, എവിടെ എത്തിയാലും താനൊരു സഹോദരൻ മൂത്താളാകുമെന്നാണ്. അത് സമൂഹത്തിലായാലും വീട്ടിലായാലും ഗൃഹത്തിലായാലും എവിടെ എത്തിയാലും തൻ്റെ ഒരു പ്രാമാണ്യം ചോദ്യം ചെയ്യപ്പെടാതെ തനിക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു കരുത്ത് കിട്ടും. പല രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ തനിക്ക് ഉപയോഗിക്കാൻ ഈ സമയത്ത് പറ്റും. പലപ്പോഴും വലിയ പാറ മടകളുമായി ബന്ധപ്പെടുന്ന പേപ്പറുകളൊക്കെ ശരിയാക്കി കൊടുക്കുക, തൻ്റെ കാശ് വാങ്ങുക, ബ്രോക്കറേജ്, മിഡിൽമാൻ, ഇതിലൂടെയൊക്കെ വലിയ സാമ്പത്തികമായ അഭിവൃദ്ധി മേടൻ രാശിക്കാർക്ക് കൈവരുന്ന വാരമാണിത്. സ്ത്രീ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം. പലപ്പോഴും ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത ശ്രദ്ധിക്കണം. ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ഇവിടെ വ്യാഴം തനിച്ചല്ല 3-ാം ഭാവത്തിൽ. ആ വ്യാഴത്തിന് ചന്ദ്രൻ ഒരു യോഗകാരകനായി. ജീവേ അർത്ഥധർമ്മ സുഖഭാഗ് നൃപപൂജിത, രാജാവ് പൂജിക്കുമെന്നാണ്. അധികാരികൾ തനിക്ക് സഹായികളായിട്ട് വരും. അതിനാൽ വലിയ വലിയ റവന്യൂ മുതലായ വകുപ്പുകളിലൊക്കെ തന്നെ അകത്ത് കയറി ചെന്ന് പലരുടെയും കാര്യങ്ങൾ ശരിയാക്കി കാശ് സമ്പാദിക്കാൻ മേടൻ രാശിക്കാർക്ക് ഒരു പ്രത്യേക വാസന ഉണ്ടാകുന്ന വാരമാണ്. ഉത്സാഹിക്കാൻ നല്ലൊരു സമയമാണ്. എടുത്തു ചാടരുതെന്ന് മാത്രം.